വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ജുമുക്ക മേക്കിംഗ് ആണ്. അതിനാവശ്യമായുള്ള മെറ്റീരിയൽസ് ഏതൊക്കെയെന്ന് പരിചയപ്പെടാം. ഇത് ജുമുക്ക മോൾഡാണ്. ഇനി നമുക്ക് ജുമുക്ക ഇടാനുള്ള സ്റ്റഡ്സിന് വേണ്ടിയിട്ടുള്ള ഫ്ലവർ സ്റ്റഡാണിത്. സ്റ്റഡ്സിന് പകരമായി ഇതേപോലുള്ള ഇയർ ഹുക്സിലും നമുക്ക് ജുമുക്ക അറ്റാച്ച് ചെയ്യാം. അപ്പോൾ സ്റ്റഡ്സിലും ഇയർ ഹുക്കിലും എങ്ങനെ ജുമുക്ക അറ്റാച്ച് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇത് ഫ്ലവർ ക്യാപ്സ് ആണ്. ഇത് ജുമുക്കയുടെ ആ ഹോളിൻ്റെ ആ ഭാഗത്താണ് നമ്മളിത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇതിന് പകരം നമുക്ക് മെറ്റൽ ബോൾസ് പോലെ ഗോൾഡൻ ഇതേപോലെയുള്ള മെറ്റൽ ബോൾസ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് 4mm ഒരു മെറ്റൽ ബോൾസാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. ഒന്നെങ്കിൽ ഈ ബോൾസ് അതല്ലെങ്കിൽ നമുക്ക് ഈ ഫ്ലവർ ക്യാപ്സ് തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഞാൻ മുമ്പേ പറഞ്ഞ ആ ഒരു ഫ്ലവർ സ്റ്റഡ്സിൻ്റെ ബാക്കിലോട്ട് ഇതേപോലുള്ള ബാക്ക് സ്റ്റഡ് വെച്ച് കൊടുക്കാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബാക്ക് സ്റ്റോപ്പറും വേണം. ഈ ഫ്ലവർ സ്റ്റഡിൻ്റെ ബാക്കിലോട്ട് ഇതിങ്ങനെ നമ്മൾ ഗ്ലൂ വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മെറ്റൽസ് ഒക്കെ നമ്മൾ സ്റ്റിക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന B7000 ഗ്ലൂ ആണ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി 2 സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ടാണ് നമ്മൾ ജുമുക്ക ഇട്ട് കൊടുക്കുന്നത്. ഈ വർക്ക് നമ്മൾ സിൽക്ക് ത്രെഡിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ആവശ്യമായ സ്റ്റിക്കിങ് കാര്യങ്ങളും ഒക്കെ നമ്മൾ ഈ ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ ജുമുക്ക മോൾഡിലോട്ട് നമ്മൾ സിൽക്ക് ത്രെഡ് ചുറ്റി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഞാൻ എടുത്തിട്ടുള്ള സിൽക്ക് ത്രെഡ്, മെറൂൺ കളറാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് ജുമുക്ക ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ജുമുക്ക ത്രെഡ് മുഴുവൻ ചുറ്റി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ചില ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റോൺ ചെയിൻ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഈ ഐകുന്തൻ, ഗ്ലോസി ഗോൾഡൻ ഐകുന്തൻ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ഈ ജുമുക്ക മോഡിലേക്ക് ഒട്ടിച്ചെടുക്കുന്നത് ഈ ഒരു ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇനിയുള്ളത് ഐപ്പിനാണ്. ജുമുക്കയ്ക്കും സ്റ്റഡ്സിനും ഇടയിലുള്ള ഒരു കണക്ടറായിട്ടാണ് ഐപ്പിൻ ഇതിൽ ഉപയോഗിക്കുന്നത്. 2 ജംപ് റിങ് എടുത്തിട്ടുണ്ട്. ഇത് 34 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള ഒരു കാർഡ്ബോർഡാണ്. ഇതിനകത്താണ് നമ്മൾ ജുമുക്കയ്ക്ക് ആവശ്യമായിട്ടുള്ള സിൽക്ക് ത്രെഡിനെ ചുറ്റി എടുക്കുന്നത്. ഇത് നമ്മൾ മേക്കിങ്ങിന് ഉപയോഗിക്കുന്ന ടൂൾസാണ്. റൗണ്ട് നോസ് പ്ലെയർ, കട്ടിംഗ് പ്ലെയർ, ലാസ്റ്റ് വൺ പ്രസ്സിംഗ് പ്ലെയർ. ഇനി നമുക്ക് ജുമുക്കയുടെ മേക്കിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഈ കാർഡ്ബോർഡ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഈ സിൽക്ക് ത്രെഡിനെ ചുറ്റി എടുക്കണം. ഒരു 40 തവണ ചുറ്റി നമുക്ക് ഈ സിൽക്ക് ത്രെഡ് എടുക്കേണ്ടതുണ്ട്. ഇതുപോലെ ചുറ്റി നൂലെടുക്കണം. ചുറ്റി എടുക്കുമ്പോൾ നൂല് അയഞ്ഞു പോകാതെ സ്ട്രെയിറ്റ് ആയിട്ട് വലിച്ചു പിടിച്ച് ചുറ്റി എടുക്കണം. ഇതേപോലെ ഒരു 40 തവണ നമ്മൾ ചുറ്റി എടുക്കണം. നമ്മൾ സിൽക്ക് ത്രെഡ് ജുമുക്ക മോൾഡിൽ ഒറ്റ തവണയാണ് ചുറ്റിയെടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഒറ്റ ചുറ്റിയെടുക്കലിൽ തന്നെ ആവശ്യമുള്ള തിക്നെസ് വേണം. അതിനാണ് നമ്മൾ ഇവിടെ നൂല് 40 തവണ ചുറ്റിയെടുക്കുന്നത്. ഞാനിവിടെ നൂല് 40 തവണ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ സ്ട്രെയിറ്റ് ആയിരിക്കണം, അയഞ്ഞൊന്നും പോകാൻ പാടില്ല. ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി ഈ ഫാബ്രിക് ഗ്ലൂ ഉപയോഗിച്ച് നമുക്ക് ഈ നൂലിൻ്റെ ഒരു പോർഷൻ സ്റ്റിക്ക് ചെയ്തെടുക്കണം പരസ്പരം. കാർഡ്ബോർഡിലോട്ടല്ല സ്റ്റിക്ക് ചെയ്യുന്നത്, നൂലുകൾ മാത്രമാണ് പരസ്പരം നമ്മൾ ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. കൈ വെച്ചിട്ട് ഇതുപോലെ ആ കാർഡ്ബോർഡിൽ ടച്ച് ചെയ്യാത്ത രീതിയിൽ നൂല് ഒന്ന് വലിച്ചു പിടിച്ച് വേണം സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ. എന്നിട്ട് അതിനെ ഒന്ന് ഉണങ്ങാനായിട്ട് വിട്ടു കൊടുക്കുക. അതിനുശേഷം നമുക്കിത് മുറിച്ചെടുക്കേണ്ടതുണ്ട്. നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രം നിങ്ങളിത് മുറിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. പശ തേച്ച് ഭാഗം ഞാനിവിടെ കട്ട് ചെയ്യുകയാണ്. വീഡിയോ എടുക്കുന്നതിൻ്റെ ഭാഗമായി അത് പ്രോപ്പറായി ഉണങ്ങിയിരുന്നില്ല. അതുകൊണ്ടാണ് ആ വശം അത് സ്പ്ലിറ്റായി പോയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഉണങ്ങിയതിന് ശേഷം മാത്രം ഇതിനെ കട്ട് ചെയ്യാൻ പാടുള്ളൂ. ഞാനിവിടെ ശ്രദ്ധാപൂർവം അതിനെ ചേർത്ത് ഒന്നും കൂടെ സ്റ്റിക്ക് ചെയ്തെടുക്കുകയാണ്. കാരണം അതിന് ഏറ്റക്കുറച്ചിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ വലിച്ചു പിടിച്ച് കഴിയുമ്പോഴത്തേനും അവിടെ നൂല് കീറിയിറങ്ങി നിൽക്കും. നമുക്ക് മുകളിലോട്ട് ചുറ്റുമ്പോൾ അത് പ്രോപ്പറായി കിട്ടത്തില്ല. അപ്പോൾ ഞാനിവിടെ അത് കറക്റ്റാക്കി വെക്കുകയാണ്. നിങ്ങൾ ഉണങ്ങിയതിന് ശേഷം മാത്രം കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇരുവശത്തുമായി ഇതുപോലെ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന നൂലിനെ ചേർത്ത് പിടിച്ച് അങ്ങ് കട്ട് ചെയ്ത് കളയുക.
നമ്മൾ ഇതുപോലെ നൂലിനെ വലിച്ചു പിടിക്കുമ്പോൾ ഒരു നൂല് പോലും കയറിയോ ഇറങ്ങിയോ ഇരിക്കാൻ പാടില്ല. കറക്റ്റായിട്ട് തന്നെ വലിഞ്ഞ് തന്നെ നിൽക്കണം. ഇപ്പോൾ അവിടെ ആ ഒരു മടക്ക പോലെ കാണുന്നത് നമ്മൾ ആ കാർഡ്ബോർഡ് ചുറ്റിയെടുത്തതിൻ്റെ ആ ഒരു മടക്ക് വീണതാണ്. പക്ഷെ നൂല് പ്രോപ്പറായി തന്നെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇത് മോൾഡിലോട്ട് ചുറ്റിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഈ മോൾഡിനകത്ത് കുറച്ച് ഫാബ്രിക് ഗ്ലൂ തേച്ച് കൊടുക്കണം. ആ ഗ്ലൂവിലോട്ട് നമ്മൾ ഈ നൂലിനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. നന്നായി പശ തേച്ച് ഒന്ന് സ്റ്റിക്ക് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് നൂല് ചുറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ ആ ഹോളിനുള്ളിലൂടെ ആണ് നൂല് കോർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കോർത്ത് കൊടുക്കുമ്പോൾ ആ നൂല് കറക്റ്റായിട്ട് കയറി ഇറങ്ങിയൊന്നും വരാതെ ഭംഗിയായ രീതിയിൽ ആ മോൾഡിൻ്റെ പുറമെ നിൽക്കണം. ഇതുപോലെ നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് ഭംഗിയാക്കി കൊടുക്കണം. ആ മോൾഡിൻ്റെ കളറൊന്നും വെളിയിലോട്ട് വരാൻ പാടില്ല. നൂല് കയറിയും പൊന്തിയൊന്നും നിൽക്കാൻ പാടില്ല. അതുപോലെ വിരലുകൾ ഉപയോഗിച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് പിടിച്ച് ഇതിനെ ചുറ്റി എടുക്കണം. നമ്മൾ ചേർത്ത് കണ്ടോ, ആ ഒരു നൂല് പൊങ്ങുന്ന അങ്ങനെയൊന്നും വരാൻ പാടില്ല. അതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ചേർത്ത് നമ്മൾ ഇതേപോലെ വിരൽ വെച്ച് പ്രസ് ചെയ്ത് പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കോർത്തെടുക്കണം. ഒറ്റത്തവണ ചുറ്റിയെടുത്താൽ മതി. അതിനുള്ള തിക്നെസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ 40 തവണ നൂല് ചുറ്റിയെടുത്തിട്ടുള്ളത്. അപ്പം ഇതേപോലെ നമ്മൾ മോൾഡ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഈ വർക്കിലെ ഏറ്റവും ക്ഷമാപൂർവമായി ചെയ്തെടുക്കേണ്ട ഒരു ഭാഗമാണിത്. പെട്ടെന്ന് ചെയ്യരുത്. പതുക്കെ ചെയ്ത് ഭംഗിയായിട്ട് എടുക്കണം. കാരണം ഈ ഒരു പോർഷൻ ഭംഗിയായി നമുക്ക് കിട്ടിയില്ലെങ്കിൽ ജിമുക്കായുടെ മൊത്തത്തിലുള്ള ഭംഗിയെ അത് ബാധിക്കും. അപ്പോൾ ഞാൻ ലാസ്റ്റ് പോർഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഞാൻ ആ നൂലിനെ ഇതേപോലെ വെളിയിലോട്ട് വലിച്ചു ചേർത്ത് പിടിച്ച് അതിന് മുകളിലേക്ക് ഗ്ലൂ തേച്ച് കൊടുക്കുകയാണ് നന്നായിട്ട്. എന്നിട്ട് വിരൽ വെച്ച് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ നൂല് കട്ട് ചെയ്ത് കളയണം. വെളിയിലേക്ക് നൂലിൻ്റെ അറ്റം കാണാത്ത രീതിയിൽ ജസ്റ്റ് ഒന്ന് അകത്തേക്ക് കയറ്റി വേണം അതിനെ കട്ട് ചെയ്ത് കളയാൻ. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ ചുറ്റിരിക്കുന്ന നൂലുകളിലേക്കൊന്നും ടച്ച് ചെയ്യാൻ പാടില്ല. സൂക്ഷിച്ച് കട്ട് ചെയ്യണം. ഇനി കുറച്ചും കൂടെ പശ അതിൻ്റെ മുകളിലേക്കൊന്ന് തേച്ച് കൊടുത്ത് പൂർണ്ണമായിട്ടും ആ അറ്റം സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ വെളിയിലേക്ക് അറ്റം കാണില്ല. അപ്പോൾ അത് നല്ലൊരു ഫിനിഷിങ്ങിൽ തന്നെ നിന്നോളും. ഞാനിപ്പോൾ അത് ഒട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് അതിനെ ഒന്ന് ഉണങ്ങാനായിട്ട് വിട്ടു കൊടുക്കുക. ഇനി നമുക്ക് ഇതിന് ഐപിൻ ഉപയോഗിച്ച് കണക്റ്റിങ് ഉണ്ടാക്കണം. അതേപോലെ തന്നെ ഈ ഫ്ലവർ ക്യാപ്സും ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഐപിൻ എടുത്തിട്ടുണ്ട്. കൂടാതെ ഞാനൊരു ബീഡും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് ഈ ബീഡ് ഞാൻ ഐപിന്നിലേക്ക് ഇടുകയാണ്. ബീഡ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മോൾഡിനുള്ളിലൂടെ ഈ ഐപിന്ന് കടത്തുമ്പോൾ ഒരു ആ ഐപിന്ന് ഊരിപ്പോരാതിരിക്കും. ഊരിപ്പോരില്ല, എന്നാലും ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആ ബീഡ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ഐപിന്നിലേക്ക് നമ്മൾ ഈ ഫ്ലവർ ക്യാപ്സും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ ഞാൻ നേരത്തെ കാണിച്ച ആ മെറ്റൽ ബോൾസിനെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഏത് ഓപ്ഷൻ വേണമെങ്കിലും ചെയ്യാം. ഇവിടെ ഇപ്പോൾ നമ്മൾ ഫ്ലവർ ക്യാപ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഫ്ലവർ ക്യാപ്സ് ഇടുന്നതിന് മുൻപായി നമ്മൾ ഇവിടെ ഈ സൈഡിലായിട്ട് ഇതുപോലെ പശ തേച്ച് കൊടുക്കണം. അതിനുശേഷം ഫ്ലവർ ക്യാപ്സ് ഇട്ട് അതിനെ സ്റ്റിക്ക് ചെയ്യണം. നന്നായി ഉണങ്ങിയതിന് ശേഷം വേണം നമുക്ക് ഐപിന്നിൽ ഒരു ലൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ. ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം. അതിനുശേഷം
നന്നായി ഉണങ്ങിയതിന് ശേഷം വേണം നമ്മൾ ഇനി ലൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ. ഉണങ്ങുന്നതിന് മുമ്പ് നമ്മൾ ലൂപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഇളകി പോരാൻ സാധ്യതയുണ്ട്. ഉണങ്ങിയതിന് ശേഷം നമ്മളിവിടെ ലൂപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഐ പിന്നിൽ ഞാൻ ഈ റൗണ്ട് നോസ് പ്ലെയർ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇവിടെ ലൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഒന്ന് വളയ്ക്കുന്നു, അതിനുശേഷം അതിനാവശ്യമുള്ള പോർഷൻസ് നിർത്തിയിട്ട് ലൂപ്പ് ഉണ്ടാക്കാനുള്ള പോർഷൻസ് നിർത്തിയിട്ട് ബാക്കിയുള്ള എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന ഭാഗം കട്ടിംഗ് പ്ലെയർ ഉപയോഗിച്ച് കട്ട് ചെയ്ത് കളയുന്നു. അതിനുശേഷം റൗണ്ട് നോസ് പ്ലെയർ വെച്ച് തന്നെ അതിനെ തിരിച്ച് റൗണ്ടിൽ വളച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് റൗണ്ട് ഷേപ്പിൽ തന്നെ അത് വളഞ്ഞ് കിട്ടണം. കാരണം ജിമുക്ക ആയതുകൊണ്ട് നമുക്ക് ആ ഭാഗമൊക്കെ വെളിയിലോട്ട് കാണുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഷേപ്പ് പെർഫെക്റ്റ് ആയിട്ട് തന്നെ വളച്ചെടുക്കാൻ ശ്രമിക്കുക. പിന്നെ എൻ്റെ ഇതിനകത്ത് ആ ഫ്ലവർ ക്യാപ്സ് ഇളകിപ്പോരുന്നുണ്ട്. ഞാനിത് പ്രോപ്പറായിട്ട് ഉണങ്ങി വരുന്നതിന് മുന്നെയാണ് ഞാനിത് ചെയ്യുന്നത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങളത് ഉണങ്ങിയതിന് ശേഷം മാത്രം ലൂപ്പ് ക്രിയേറ്റ് ചെയ്യുക. അതല്ല എങ്ങാനും ഇളക്കം തട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് പശ തേച്ച് തന്നെ അതൊന്ന് ഫിക്സ് ചെയ്താൽ മതിയാകും. ഉണങ്ങിയതിന് ശേഷം നമുക്ക് ആ ഒരു പശയുടെ ആ വൈറ്റ് കളറൊക്കെ അങ്ങ് പൊയ്ക്കോളും. അപ്പോൾ ഇത്രയും സെറ്റ് ചെയ്തതിന് ശേഷം നമ്മളത് ഉണങ്ങാനായിട്ട് വെച്ചു. ഇനി നമുക്ക് ജിമുക്കയിലേക്ക് ആവശ്യമായ ഡെക്കറേഷൻ പരിപാടിയിലേക്ക് കിടക്കാം. അപ്പം ഞാനിവിടെ സ്റ്റോൺ ചെയിൻ എടുക്കുകയാണ്. ഈ സ്റ്റോൺ ചെയിൻ ആ ജിമുക്കയുടെ അടിവശത്ത് കൂടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആവശ്യമുള്ള സ്റ്റോൺ ചെയിൻ ഞാനത് മെഷർ ചെയ്ത് മുറിച്ചെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതാ ഇതുപോലെ ഇങ്ങനെ സൈഡ് വഴി ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ചൊട്ടിച്ച് പോകണം. അപ്പോൾ അതിനായിട്ട് പശ തേക്കുക. ഇതേപോലെ ഇങ്ങനെ ഒട്ടിച്ച് എടുക്കുക. അപ്പോൾ അതിനായിട്ട് ഈ ഫാബ്രിക് ഗ്ലൂ ആണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യമേ നമ്മൾ ഈ ഗ്ലൂ പതുക്കെ ഒന്ന് തേച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ സ്റ്റോൺ അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു ലെയർ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ഒരു ലെയറും കൂടെ ചെയ്തെടുക്കാനുണ്ട്. അപ്പം അതിനോട് ചേർത്ത് വീണ്ടും ഒരു ലെയറും കൂടെ ഞാനിങ്ങനെ ഒട്ടിച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഇതാ ആ സെക്കൻഡ് ലെയർ ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ആ പശയുടെ വൈറ്റ് കളർ ഉണങ്ങുമ്പോൾ അത് പൊയ്ക്കോളും. എങ്കിലും ആ വെളിയിലോട്ട് കാണുന്ന ഭാഗം നൂലിൻ്റെ ഭാഗത്തേക്ക് പശ പറ്റാതെ ശ്രദ്ധിക്കണം. ഇനി അടുത്തത് നമുക്ക് ഉള്ളത് കുന്തൻ സ്റ്റോൺസ് ഒട്ടിച്ചു കൊടുക്കണം. ഇവിടെ ഐകുന്തനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഗോൾഡൻ ഗ്ലോസി ഐകുന്തനാണ്. കുന്തൻ സ്റ്റോൺസ് നമ്മൾ ആ ഓൾറെഡി ഒട്ടിച്ചിരിക്കുന്ന സ്റ്റോൺ ചെയിനോട് ചേർത്ത് കൃത്യമായ ഗ്യാപ്പ് ഇട്ടാണ് നമ്മൾ ഒട്ടിച്ചൊട്ടിച്ച് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം ചെറുതായ രീതിയിൽ പശ തേച്ച് കൊടുക്കുന്നു. അവിടെ ഒരു കുന്തൻ സ്റ്റോൺ നമ്മൾ സ്റ്റിക്ക് ചെയ്യുന്നു. ആ ഒട്ടിച്ചിരിക്കുന്ന കുന്തൻ സ്റ്റോൺസിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പശ തേക്കുന്നു. അവിടെ ഒരു കുന്തൻ സ്റ്റോൺ സ്റ്റിക്ക് ചെയ്യുന്നു. ഇതേപോലെ ഈ വശത്തും ചെയ്തു കൊടുക്കുന്നു. ഇത് കൃത്യമായ ഒരു ഗ്യാപ്പ് മനസ്സിലാക്കി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ ഇങ്ങനെയൊന്ന് ചെയ്തു കൊടുക്കുന്നത്. ഇനി രണ്ട് കുന്തൻ സ്റ്റോണിൻ്റെ ഇടയിൽ ഓരോ കുന്തൻ സ്റ്റോൺ വീതം കൃത്യമായ ഗ്യാപ്പിൽ ഒട്ടിച്ചൊട്ടിച്ച് പോയാൽ ആ ഏരിയ കവറായിക്കോളും. ഇതാ ഞാനിപ്പോൾ ഇവിടെ മുഴുവൻ സ്റ്റോണും ഒട്ടിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഡെക്കറേഷൻ പരിപാടികളെല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉണങ്ങാനായിട്ട്
വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഒരു ജോഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ജിമിക്കായിലേക്ക് എങ്ങനെയാണ് ഹാങ്ങിങ് കൊടുക്കുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ്, ഒന്ന് ഫ്ലവർ സ്റ്റഡ് വെച്ചിട്ടുള്ളത്. അപ്പം ഈ ഫ്ലവർ സ്റ്റഡിലോട്ട് നമ്മൾ ഈ ബാക്ക് സ്റ്റഡ് നമ്മൾ B7000 ഗ്ലൂ വെച്ചിട്ട് നമ്മൾ ഒട്ടിക്കുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു 2 സ്റ്റഡ് ഞാനിവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്കായി 2 ജംപ് റിങ് ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെയുള്ളത് ഇയർ ഹുക്കാണ്. 2 ഇയർ ഹുക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇയർ ഹുക്ക് വെച്ചൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇയർ ഹുക്ക് കണക്ട് ചെയ്യാൻ എളുപ്പമാണ്. ഇയർ ഹുക്കിൻ്റെ ലൂപ്പ് ജസ്റ്റ് ഒന്ന് അകത്തുക. അതിനുശേഷം ജിമുക്കായുടെ ലൂപ്പിലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. ഇതിപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റഡ്സിലോട്ട് എങ്ങനെ ജിമുക കണക്ട് ചെയ്യാം എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഒരു ഐ-പിൻ എടുക്കുന്നുണ്ട്. ഈ ഐ-പിൻ്റെ ലൂപ്പ് അകത്ത് ഞാൻ ആദ്യം ജിമുക്കായുടെ ലൂപ്പിലോട്ട് കണക്ട് ചെയ്യുകയാണ്. കാരണം നമ്മൾ ഈ ജിമുക്കായിൽ ഓൾറെഡി ഉള്ള ലൂപ്പ് ഡയറക്റ്റ് സ്റ്റഡ്സിലോട്ട് കണക്ട് ചെയ്താലും ജിമുക്കായ്ക്ക് ഒരു നീട്ടം, ഒരു എക്സ്റ്റൻഷൻ കിട്ടത്തില്ല. അതായത് ആ ജിമുക്ക ഇങ്ങനെ ആടത്തില്ല. അപ്പം ചെറിയൊരു എക്സ്റ്റൻഷൻ കൊടുക്കുക. ഒരു കണ്ണി പോലെ ആണ് ഈ ഐ-പിൻ ഞാൻ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് ഈ ഐ-പിൻ കണക്ട് ചെയ്തതിന് ശേഷം ഞാൻ ആ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന ഭാഗം ആ ലൂപ്പിനോട് ചേർത്ത് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന ഭാഗത്തെ കട്ട് ചെയ്ത് കളയുന്നു. ഇവിടെ ചെയ്യാവുന്ന മറ്റൊരു കാര്യം, നമുക്കൊരു ഗോൾഡൻ ചെയിൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു കണ്ണി നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുത്ത് ഈ ജിമുക്കായിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താലും മതി. പക്ഷേ എനിക്ക് നിലവിൽ ചെയിൻ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഐ-പിൻ വെച്ച് സെറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഒരു ജംപ് റിങ് നമ്മൾ ഈ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്ത ഐ-പിന്നിൻ്റെ ലൂപ്പിലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമുക്ക് ഈ ജിമുക്കായിനെ സ്റ്റഡിലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ബാക്ക് സ്റ്റോപ്പർ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നോക്കിയാൽ ജിമുക്കായ്ക്ക് ഒരു എക്സ്റ്റൻഷൻ വന്നിട്ടുണ്ട്. ഇപ്പോഴാണ് ജിമുക്കായ്ക്ക് നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാവുക, ഈ എക്സ്റ്റൻഷൻ ഉള്ളതുകൊണ്ട്. അല്ലെങ്കിൽ ആ ജിമുക്ക നമ്മൾ ഡയറക്റ്റ് ആ സ്റ്റഡ്സിനുള്ളിലോട്ട് കടത്തിയാൽ ജിമുക്ക അവിടെ സ്റ്റക്കായതുപോലെ ഇരിക്കും. ഇട്ട് കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിവിടെ 2 രീതിയിൽ ജിമുക്കാസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊന്ന് ചെയ്തു നോക്കുക. ഇവിടെ വരെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതുന്നു. ഫൈനൽ ഔട്ട്പുട്ടിലേക്ക് പോകാം.